കലാസ്നേഹിയായ മുത്തച്ഛന്റെ വിരലുകളിൽ തൂങ്ങി നടന്നുകൊണ്ട് ചിറ്റൂരപ്പന്റെ തിരുസന്നിധിയിൽ കഥകളിത്തറയിൽ വിതറിയ മണൽത്തരികളിൽ കുഞ്ഞുവിരലുകൾ കൊണ്ട് തുടങ്ങിവെച്ച ചിത്രരചന അതിന്റെ എല്ലാവിധ പൂർണ്ണതകളോടും കൂടി ക്യാൻവാസുകളിലേക്ക് ആവാഹിക്കുവാൻ മനോജിന് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ചിറ്റൂരപ്പന്റെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രം. നമസ്കാരം, ഞാൻ ചിറ്റൂർ ഗോപി. മനോജ് മത്തശ്ശേരിൽ എന്ന് പറഞ്ഞ കലാകാരനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പെങ്ങളുടെ മകനാണ്. ഒരു പ്രത്യേക മുഖവുര അദ്ദേഹത്തിന് ആവശ്യമില്ല. കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലും ഒരു നല്ല ചിത്രകാരൻ എന്ന നിലയിലും വളരെ പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മനോജ്. മനോജിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അച്ഛനെ ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം മനോജിൻ്റെ മുത്തച്ഛൻ, എൻ്റെ അച്ഛൻ, വളരെ നന്നായിട്ട് വരച്ച ഒരു ചിത്രകാരനായിരുന്നു അദ്ദേഹം. പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി പിള്ളേർക്കെല്ലാം പകർന്നു കിട്ടിയിട്ടുണ്ട്. മനോജിൻ്റെ മകൻ നന്നായിട്ട് വരയ്ക്കും, മനോജിൻ്റെ അനിയൻ നന്നായിട്ട് വരയ്ക്കും, എൻ്റെ മോനും നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കുടുംബത്തിലാകെ എൻ്റെ അച്ഛൻ്റെ ഒരു സിദ്ധി, വരയ്ക്കാനുള്ള സിദ്ധി ഇവർക്കെല്ലാം പകർന്നു കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലേക്ക് വരയ്ക്കുമായിരുന്നു, അതെല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞു വന്നത്, ആ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായി തീർന്നത് മനോജാണ്. പിച്ചുവിച്ചു നടന്ന നാൾ മുതൽ ചിത്രരചനയെ മാറോട് ചേർത്ത് നടക്കുമ്പോൾ ആട്ടത്തറയിലെ മണൽത്തരികൾ മനോജിന്റെ വിരലുകളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹീതമാക്കിയിട്ടുണ്ടാകാം. അമ്മയുടെ അച്ഛനൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പോലും നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വൈകുന്നേരങ്ങളിൽ സാധാരണ എന്നെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടും. വീട്ടിൽ നിന്ന് അദ്ദേഹമാണ് എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ കഥകളി തറയുണ്ട് നമുക്ക്. ഈ കഥകളി തറയിൽ അദ്ദേഹം ചരലെടുത്തിട്ട് ഇട്ടിട്ട് അതിലെന്നോട് വരയ്ക്കാൻ പറയുമായിരുന്നു. ചെറിയ ചെറിയ രൂപങ്ങളായിരിക്കും ചിലപ്പോൾ വരപ്പിക്കുന്നത്. ഒരു മുയൽ അല്ലെങ്കിൽ ഒരു ആന, അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഷൻ നമ്മളോട് വരയ്ക്കാൻ പറയുന്നു. എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ വരയുമായിട്ടുള്ള എൻ്റെ ഇഷ്ടം, എൻ്റെ സ്നേഹം തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും. ആ ഒരു അദ്ദേഹം വരച്ച 2 മ്യൂറൽസ്, അതായത് കേരള ചുവർചിത്ര രീതിയിലുള്ള അല്ലെങ്കിൽ പോലും 2 പോർട്രേറ്റ് സ്റ്റൈലിലുള്ള 2 മ്യൂറൽസ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തറവാട്ടിലുണ്ട്. ഇപ്പോഴും 2 വർക്കുണ്ട്. അത് മായ്ക്കാതെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മഹാവിഷ്ണുവും ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസനും. അന്ന് പെയിൻ്റൊന്നും ഇല്ലാത്ത കാരണം അത് പലപ്പോഴും ഇലച്ചായങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് അന്ന്. പക്ഷേ എനിക്കൊരു ഭാഗ്യം, എനിക്ക് തോന്നുന്നു 10-15 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്കത് വാട്ടർ കളറിലോ അക്രിലിക്കിലോ എനിക്ക് ഓർമ്മയില്ല, അത് ടച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് 15 വയസ്സുള്ളപ്പോൾ, അതായത് ഒരുപാട് 10-30-32 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്നത്. അപ്പോൾ വരയിലേക്കുള്ള പ്രചോദനം അല്ലെങ്കിൽ എന്നെ വരയിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും മുത്തച്ഛനാണ്, അമ്മയുടെ അച്ഛനാണ്. നടന്നു വന്ന വഴികളെല്ലാം തന്നെ കലയുടെ സുഗന്ധം പരത്തിക്കൊണ്ട് വളർന്നു വരുന്ന ഈ കലാകാരൻ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നും ഭിന്നനാകുന്നത് രേഖാചിത്രങ്ങളിലൂടെ തുടങ്ങിവെച്ച തൻ്റെ ചിത്രരചനാ വർണ്ണങ്ങളുടെ മായക്കാഴ്ചയെ തിമിർത്താടുന്ന മായാമയൂരമായും പെയ്തിറങ്ങിയ മഴയായും മാറിയതുകൊണ്ടാകാം. എനിക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരു മേഖലയാണ് ചുവർച്ചിത്രങ്ങൾ. കേരളത്തിൽ ഒരുപാട് ചുവർച്ചിത്ര സങ്കേതങ്ങളുണ്ട്. ഈവൻ നമുക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം വരെ ഒരുപാട് നല്ല ചുവർച്ചിത്രങ്ങളുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. പലതും നാശോന്മുഖമാണ്. അതായത് ഒരുപാട് അതിനെക്കുറിച്ചുള്ള പ്രാധാന്യം ആളുകൾക്ക് അറിയില്ല. എന്താണ് ഒരു ചുവർച്ചിത്രം, എന്താണ് അതിൻ്റെ പ്രാധാന്യം? പലതും 400-500 വർഷങ്ങൾക്ക് മുമ്പ് വരയ്ക്കപ്പെട്ടുള്ള ചിത്രങ്ങളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈവൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും വേണ്ടത്ര ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു പഠനം നടത്തുന്നുണ്ട്. എനിക്കൊരു നല്ലൊരു ഡോക്യുമെൻ്ററി ഈ മ്യൂറൽസിനെ കുറിച്ച് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ഐഡിയ ഞാനിങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ചുവർചിത്രകലയുടെ രചനയിലും പുരാതന ചിത്രങ്ങളുടെ സംരക്ഷണത്തിലും വ്യത്യസ്തമായ ശൈലിയിലൂടെ കലാലോകത്തെ വിസ്മയിപ്പിച്ച പ്രശസ്ത ചുവർചിത്രകാരൻ ശ്രീ ശശി കെ വാര്യർ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ 6 കൊല്ലക്കാലം സാധന പോലെ പഠിച്ചെടുത്ത ചുവർചിത്ര ശൈലി മനോജിന്റെ ഉൾക്കാഴ്ചകളെ വർണ്ണാഭമാക്കി.
ശശി മാസ്റ്ററുടെ 20 അടിയിലധികം നീളമുള്ള വലിയ ക്യാൻവാസിൽ ചുവർച്ചിത്ര ശൈലിയിൽ രചിച്ച ശിവം എന്ന അത്ഭുത സൃഷ്ടിക്ക് ആചാര്യൻ ജീവൻ പ്രദാനം ചെയ്യുമ്പോൾ ഒരു സഹായിയായി കൂടെ 3ഓളം മാസം ഒരുമിച്ച് ചിത്രം ആലേഖനം ചെയ്യുവാൻ ലഭിച്ച അപൂർവ ഭാഗ്യം മനോജ് ഉപയോഗപ്പെടുത്തിയത് അതിസൂക്ഷ്മമായി വരയ്ക്കുന്ന ഗുരുവിന്റെ ബ്രഷിലുള്ള അസാമാന്യ കൈയടക്ക രീതിയും കൂട്ടത്തിൽ പാരമ്പര്യ രചനാ സമ്പ്രദായ രീതിയും തന്നിലേക്കും പകർത്തുവാനുള്ള അവസരമാണ്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന്, അതായത് ശിവം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരു ചിത്രം എൻ്റെ ഗുരുനാഥൻ ചെയ്തു. ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സിൽ ശശി മാസ്റ്ററാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ വർക്കിൽ ശിവൻ്റെ 6 തരത്തിലുള്ള ശിവനാണ് അതിൽ ആ ഒറ്റ ക്യാൻവാസിൽ 20 അടി ഹൈറ്റിലുള്ള ക്യാൻവാസിൽ ഒറ്റ ക്യാൻവാസിൽ ചെയ്തിരിക്കുന്നത്. ശിവൻ തന്നെ ശിവകുടുംബം, ശിവതാണ്ഡവം, അങ്ങനെ 6 സബ്ജക്ട്സാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സബ്ജക്റ്റ് വരയ്ക്കുന്ന സമയത്ത് എനിക്ക് ഗുരുവിൻ്റെ ഒപ്പം ആ വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. അതിനുശേഷം ആ വർക്ക് എറണാകുളത്ത് ലളിതകലാ അക്കാഡമിയിൽ എക്സിബിഷൻ ചെയ്യേണ്ടായി. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഫ്രഞ്ച് എംബസിയിൽ അവരുടെ ഫ്രാൻസ് അലയൻസ് എന്ന് പറഞ്ഞ അവിടെയുള്ള ഒരു സ്ഥാപനമുണ്ട്, അവിടെ വെച്ചിട്ട് അത് എഗെയിൻ ഒരു എക്സിബിഷനും കൂടി ചെയ്യേണ്ടായി. അതൊരു എന്താ പറയുക, ജീവിതത്തിലൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണും. ഒരു വലിയ വർക്കായിരുന്നു. വലിയ വർക്കെന്ന് വെച്ചാൽ അത് ഒരൊറ്റ സബ്ജക്റ്റിൽ, ഈവൻ എനിക്ക് തോന്നുന്നു അത്തരം ഒരു വർക്ക് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. ഒരേ സബ്ജക്റ്റിൽ ഇത്രയും വലിയൊരു വർക്ക് ചുവർച്ചിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ചുവർച്ചിത്ര മേഖലയിൽ എനിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിൽ സംഭവിച്ചൊരു വലിയ കാര്യം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൃതികളിലേക്കുള്ള മനോജിന്റെ രേഖാചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രശസ്തരായ പല പ്രസാധകരുടെയും പുസ്തകത്താളുകളിലും എത്തിപ്പെടാനുള്ള സാഹചര്യമൊരുക്കി. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 38ഓളം കാർട്ടൂൺ എക്സിബിഷൻസും ഏതാണ്ട് 40ഓളം പെയിൻറ്റിങ് എക്സിബിഷൻസും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് പല സ്ഥലങ്ങളിലായിട്ട്, കേരളത്തിലും കേരളത്തിന് വെളിയിലും, ഈവൻ ഇന്ത്യയുടെ പുറത്ത് വരെ എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. കാർട്ടൂണിൽ ഏതാണ്ട് 38ഓളം എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ട്. മലയാളികളെ ഏറ്റവും സ്വാധീനിക്കുന്ന പ്രമുഖ ദിനപത്രങ്ങളിലൊന്നായ മലയാള മനോരമ 2012 സംഘടിപ്പിച്ച സംസ്ഥാനതല കാർട്ടൂൺ മത്സരത്തിന്റെ 1ാം സമ്മാനം നേടിയതോടുകൂടി മനോജ് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഗണത്തിൽപ്പെട്ടു തുടങ്ങി. കാർട്ടൂണിലാണ് ആദ്യം കുറേ സീരിയസ് ആയിട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു 2012 മലയാള മനോരമ ഒരു സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു കാർട്ടൂണിന് ആ വർഷം. മാവേലി കണ്ട കേരളം എന്ന് പറഞ്ഞിട്ട്, കേരളത്തിൽ മാവേലി വന്നു കഴിഞ്ഞാൽ ഓണത്തിന് എന്തായിരിക്കും മാവേലി കാണുന്നത് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ആ ഒരു കാർട്ടൂൺ കോൺടെസ്റ്റ് അതൊരു സ്റ്റേറ്റ് അവാർഡായിരുന്നു. എനിക്ക് മലയാള മനോരമയുടെ സ്റ്റേറ്റ് അവാർഡ് ആ വർഷം 2012 മാവേലി കണ്ട കേരളം എന്ന് പറഞ്ഞ ആ ഒരു കാർട്ടൂണിന് കിട്ടി. ഫസ്റ്റ് പൊസിഷനായിരുന്നു. അതുകൂടാതെ കേരള സ്റ്റേറ്റിൻ്റെ ലളിതകലാ അക്കാദമിയുടെ അവാർഡ് 2 തവണ കിട്ടിയിട്ടുണ്ട്. 2012 2013 2 അവാർഡ്സ് എനിക്ക് കാർട്ടൂണിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കേരള സ്റ്റേറ്റ് അവാർഡാണ് അത് രണ്ടും. പിന്നെ അതുകൂടാതെ എനിക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു അവാർഡെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിലാണ്. പെയിൻറ്റിങ്ങിൽ കിട്ടിയിരിക്കുന്ന അവാർഡ് ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ്. ആർട്ട് മേസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു ഇൻ്റർനാഷണൽ പെയിൻറ്റിങ് കോൺടെസ്റ്റിൽ എൻ്റെ ഒരു വർക്കിന് സ്പെഷ്യൽ മെൻഷൻ കിട്ടുകയുണ്ടായി. അതാണ് എൻ്റെ അവാർഡ്സ് മെയിനായിട്ട് വരുന്നത്. 2012 2013 കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാനതല മത്സരത്തിൽ സമ്മാനത്തിനർഹനായ മനോജിന് പിന്നെ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്നു മുതൽ ഇന്നുവരെ ആഴ്ചയിൽ ഒരു കാർട്ടൂൺ വീതം മലയാള മനോരമയിൽ സ്ഥാനം പിടിച്ചു എന്ന് പറയുമ്പോൾ വരയോടൊപ്പം സമകാലീന സംഭവങ്ങളിലൂടെയെല്ലാമുള്ള ഒരെത്തിനോട്ടം പരന്ന വായനയിലൂടെ കൈപ്പിടിയിലാക്കിയ ഒരു വായനക്കാരനെയും മനോജിൽ കാണാം. രണ്ടായിരത്തി 2014 ബിനാലെയുമായി ബന്ധപ്പെട്ട് കാർട്ടൂൺ ക്യാമ്പുകളിലും സജീവമായി നിറഞ്ഞു നിന്നു ഈ ചിത്രകാരൻ. കഴിഞ്ഞതിന് മുമ്പിലത്തെ ബിനാലയിൽ കാർട്ടൂൺ വരയ്ക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ബിനാലയുടെ ഭാഗമായിട്ട്.
അതിൽ ഭാഗമാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ബിനാലയിൽ വരച്ചിരുന്നു. കാർട്ടൂൺസും കാരിക്കേച്ചറും വരയ്ക്കുന്ന ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ ബിനാലയിലായിരുന്നു. അത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതെല്ലാം വലിയ ജീവിതത്തിൽ സംഭവിച്ചു വരുന്ന കുറേ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് കാണുന്നു. പിന്നെ അതുകൂടാതെ വേറൊരു മേഖല, ഞാൻ ഒരു ഇലസ്ട്രേറ്റർ കൂടിയാണ്. ഇലസ്ട്രേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ബുക്സിൽ കഥകൾക്ക് വേണ്ടിയിട്ട് വരയ്ക്കാറുണ്ട്. അതിപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന വർക്കുകളെന്ന് വെച്ചാൽ ചില പബ്ലിക്കേഷൻസ് കമ്പനികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സർക്കാരിൻ്റെ തന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ബുക്സിന് ഞാൻ ഒരുപാട് ഇലസ്ട്രേഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 5-6 പുസ്തകം കഴിഞ്ഞു. അതിൽ എനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്, കേരളത്തിൽ വടക്കൻ പാട്ടുകൾ ഒരു വലിയ സംഭവമാണ്. അതായത് ഈ വടക്കൻ പാട്ടുകൾ നമുക്കറിയാവുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അതായത് ആരോമലുണ്ണി, ഉണ്ണിയാർച്ച, തച്ചോളി ഉദയനൻ, അങ്ങനെ കുറേ ആളുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-100 കഥാപാത്രങ്ങൾ വേറെ നമ്മളറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ. അതിൽ കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞ് നിൽക്കുന്നൊരു കഥാപാത്രം, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ പയ്യമ്പള്ളി ചന്തു. പഴശ്ശിരാജാവിൻ്റെ പടനായകനായിരുന്നു പയ്യമ്പള്ളി ചന്തു. പയ്യമ്പള്ളി ചന്തുവിനെ കുറിച്ചിട്ടുള്ള കഥ. അങ്ങനെയുള്ള ഒരുപാട് കഥകൾ, കുറേ കഥകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ കഥകളെ എല്ലാം കൂടി വരുമ്പോൾ ആ കഥകളെക്കുറിച്ചിട്ടുള്ള പുസ്തകമായിട്ട് ഒരാൾ ഇറക്കി. ഈ പുസ്തകം ഇറക്കണ സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇലസ്ട്രേഷൻ വർക്കുകൾ കംപ്ലീറ്റ് ഞാനാണ് ചെയ്തത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 200ഓളം ഇലസ്ട്രേഷൻ ഞാനതിൽ ചെയ്തിട്ടുണ്ട്. ഈ 200 ഇലസ്ട്രേഷൻ ചെയ്തതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ 200ഉം ചെയ്തിരിക്കുന്ന ചുവർച്ചിത്ര ശൈലിയിലാണ്. ചുവർച്ചിത്ര ശൈലിയിൽ ചെയ്തിരിക്കുന്ന ഇത്രയും നല്ലൊരു ബുക്ക് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊരു റഫറൽ ഗ്രന്ഥമായിട്ട് പോലും ഉപയോഗിക്കാവുന്ന രീതിയിൽ അത്രയും നല്ലൊരു പുസ്തകം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ടോംസിന്റെ ബോബനെയും മോളിയെയും നെഞ്ചിലേറ്റിയ മനോജ് തുടർച്ചയായി 400ഓളം ആഴ്ചകളിലൂടെ ശേഖരിച്ച ടോംസ് കാർട്ടൂണുകളുടെ ഒരു ശേഖരം തന്നെ സ്വന്തം പുസ്തക ശേഖരത്തിൽ ഒരു പുസ്തക രൂപത്തിലാക്കി സൂക്ഷിക്കുന്നു. ചിത്രകലയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ചിത്രകലാരംഗത്തെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും നൂതനമായ അനന്ത സാധ്യതകളെയും ഭാവി തലമുറയുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും അനായാസം കഴിയുന്ന മനോജ് അദ്ദേഹത്തിന്റെ നുറുങ്ങു കവിതകൾ കൊണ്ട് മനസ്സിനെ കുളിർപ്പിക്കുന്ന അവസരങ്ങളും ഒരുക്കും. കവി, ചിത്രകാരൻ, ഫോട്ടോഗ്രാഫർ, എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മുടെ മലയാള നാടിന്റെ പൈതൃക സാംസ്കാരിക സമ്പത്തുകളെയെല്ലാം ചിത്രരൂപത്തിലാക്കി കലാവിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടും വിധം ഒരു ഗ്രന്ഥമാക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴദ്ദേഹം. കേരളത്തിലെ കലാരൂപങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സീരീസ് 6 വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഇലസ്ട്രേഷൻസ് ആണ് അതെല്ലാം. അതായത് തെയ്യം, മറ്റേ പടയണി, തിറ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. കുതിരകെട്ട്, നമ്മുടെ ഇവിടുത്തെ കായംകുളത്ത് അടുത്തൊരമ്പലത്തിലെ കുതിരകെട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ആ ഒരു മേഖലകളിൽ കേരളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ കലകൾ, ഇതിനെ ഫോട്ടോസിൽ നിന്നും മാറി നമ്മളുടെ വരയിലൂടെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പോകും. ഞാനിപ്പോൾ ലാസ്റ്റ് ചിനക്കത്തൂർ പൂരം കാണാൻ പോയതിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. അവിടെ ഒരു അമ്പലത്തിൽ തെയ്യവും തിറയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചിനക്കത്തൂർ അമ്പലത്തിൽ. അപ്പോൾ അവിടെ ഒരു തറവാട്ടിലാണ് തിറ നടക്കുന്നതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. തിറയാണ്, തെയ്യമല്ല, സോറി, പൂതനും തിറയും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒറ്റപ്പാലത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനവിടെ പോയി, അത് കണ്ടു, ഞാൻ ഫോട്ടോസ് എടുത്ത് വന്നിട്ട് അത് ഞാൻ വരച്ചു. അങ്ങനെ കുറേ വരകളുടെ ലോകത്ത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പുസ്തകം, ഒരു സ്വപ്നമാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആർട്ടുകൾ, പ്രധാനപ്പെട്ട കലാരൂപങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകം. അതിൻ്റെ ഭാഗമായിട്ട് 5-6 വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ സീരീസുകളെല്ലാം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. യുവതലമുറയെ കലയോടടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം സംഘടിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള ആർട്ട് വർക്ക്ഷോപ്പുകൾ തീർച്ചയായും സമൂഹത്തിലെ കുട്ടികളുടെയും യുവ കലാകാരന്മാരുടെയും കാഴ്ചപ്പാടുകളിൽ കൂടുതൽ വെളിച്ചം പകരുന്നത് കാണാം. ബഹുമുഖ പ്രതിഭയായ, സമാനതകളില്ലാത്ത ഒരു കലാകാരന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുകയാണ് മനോജ്.